BJP കേരളത്തിൽ പ്രതീക്ഷ കൂടുതൽ വയ്ക്കുന്നത് ഈ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നും അതുപോലെ തെക്ക് ഭാഗത്തു നിന്നും ആണ്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ കൂടാതെ കാസർഗോഡ് ജില്ല ഇവിടങ്ങളിൽ നിന്നാണ്. മറ്റ് ഇടങ്ങളിൽ ഉണ്ട്, ചിലയിടങ്ങളിലുണ്ട്. ഇപ്പം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയുണ്ട്, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരുണ്ട്, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറുണ്ട്. പക്ഷെ പ്രധാന നോട്ടം മുഴുവൻ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമാണ്. അവിടെ നിന്നായിരിക്കും BJPക്ക് സീറ്റുകൾ വരാൻ പോകുന്നതല്ലേ? അതെ അതെ, അത് ചേട്ടാ പറഞ്ഞ 100% കറക്റ്റ്. അടിസ്ഥാനപരമായ ഒരു ബേസിക് വർക്ക് BJPക്കുള്ളത് തിരുവനന്തപുരവും പാലക്കാടും കാസർഗോഡൊക്കെയാണ്. പണ്ട് മുതലേ നമുക്കറിയാം KG മാരാർ മത്സരിക്കുമ്പോൾ അദ്ദേഹം 83 വോട്ടിനാണ് പരാജയപ്പെട്ടത്, മഞ്ചേശ്വരത്ത് നിന്ന് പരാജയപ്പെട്ടത്. അത് എത്ര വർഷത്തിന് മുമ്പേ? ഏകദേശം ഒരു 40 വർഷം ആകുമായിരിക്കും. പക്ഷേ അതിൻ്റെ 10 മടങ്ങ് BJP വളരേണ്ടത് MLA അസംബ്ലിയിൽ വരേണ്ട കാലം കഴിഞ്ഞു. അപ്പോൾ അതുപോലെയാണ് പാലക്കാട് ജനസംഖ്യ സ്വാധീന കാലം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർവമായിട്ടുള്ള പാർട്ടി ഭാരതീയ ജനസംഘം ഉണ്ടായിരുന്നപ്പോഴേ പാലക്കാട് ശക്തി കേന്ദ്രമാണ്. അതുമല്ല, ഇവരുടെ രണ്ടിൻ്റെയും മാതൃപ്രസ്ഥാനമായ രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ബേസിക് ശാഖകളും അടിസ്ഥാനപരമായിട്ടുള്ള ശാഖാ വർക്ക് നടക്കുന്നത് തിരുവനന്തപുരവും പാലക്കാടും കാസർഗോഡും ഒക്കെയാണ്, മറ്റു ജില്ലകളെ അപേക്ഷിച്ച്. പക്ഷേ എന്നിരുന്നാലും മറ്റു ജില്ലകൾ കുറച്ച് കാണിക്കുവാനും വകയില്ല. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിന് ശാഖയുള്ളത് കേരളത്തിലാണ്. UP ഇപ്പോൾ കൂടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു അധികാരങ്ങൾ ഒന്നുമില്ലാതെ കറക്റ്റ് സ്വയം സേവകരായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ദേശീയ പ്രസ്ഥാനങ്ങളും ഇന്ന് വളർന്നു വരുന്നത് കേരളത്തിൽ നിന്നാണ്. ദേശീയ സേവാഭാരതി ബീജഭാവം നൽകിയ കേരളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളുടെ ബാലഗോകുലം കേരളത്തിലാണ് തുടങ്ങിയത്. എന്നത് ദേശീയ ലെവലിൽ ആകുവാൻ പോകുന്നു. അതുപോലെ ഭാരതീയ മസ്ദൂർ സംഘ്, ദേത്തോപന്ത് ടേങ്കിഡിജി എന്ന് പറയുന്ന സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകൻ കേരളത്തിൽ വന്നാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായിട്ടുള്ള ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ ബീജഭാവവും അതിൻ്റെ ടേങ്കിഡിജിയുടെ പ്രവർത്തനം കേരളത്തിലായിരുന്നു. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൂടെ അന്ന് നിന്നിരുന്നത് ഭാരതീയ ജനസംഘം. കേരളത്തിലെ ഭാരതീയ ജനസംഘത്തിന് MLA കിട്ടുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നേമം മണ്ഡലം പഴയ വിളപ്പിൽ മണ്ഡലത്തിൽ എന്ന് പറയുന്ന മാറിയ നേമം മണ്ഡലത്തിൽ നല്ല വോട്ടിംഗ് ശതമാനം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയൊക്കെ മത്സരിക്കുന്ന സമയം ജനസംഘത്തിനുണ്ടായിരുന്നു. ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കഴിഞ്ഞാണ് തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണി രംഗപ്രവേശം വന്നത്. അത് കഴിഞ്ഞാണ് 80-ൽ ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊണ്ടത്. ഇപ്പോൾ പൊതുവെ കേരളത്തിൽ ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണ് എങ്കിൽ സംഘ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾക്ക് ആസ്തിയുള്ള അല്ലെങ്കിൽ വേരോട്ടമുള്ള 3-4 ജില്ലകളിൽ പ്രധാനം പാലക്കാടും കാസർഗോഡും തിരുവനന്തപുരവും തുടങ്ങിയ സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞിട്ടേ തൃശ്ശൂരും ചേട്ടൻ പറഞ്ഞ പോലെ കോട്ടയമൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ആ ഒരു കണക്ക് വച്ച് നോക്കുകയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ രീതിയിൽ വിശർപ്പൊഴുക്കിയിട്ടില്ലെന്നാണ് പറയാൻ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യമായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് രാഷ്ട്രീയ സ്വയംസേവാ സംഘവും വിവിധ ക്ഷേത്ര പ്രവർത്തകരുമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എത്ര പ്രവർത്തകർ എത്ര വീട്ടിൽ പോയെന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അവർക്കറിയാം. എല്ലാ വീടുകളിലും ഹൗസ് കോണ്ടാക്ട് പേജുകൾ നിശ്ചയിച്ച് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുവാൻ പോകുന്നത്, ജാതി ലിസ്റ്റ് എടുക്കുന്നത്, വെളിയിൽ പോയിട്ടുള്ള വോട്ടുകൾ ലിസ്റ്റ് എടുക്കുന്നത്, ബാക്കിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്, കുടുംബ സംഗമങ്ങൾ നടത്തുന്നത്, അതെല്ലാം രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ആ ഒരു അച്ചടക്ക എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലൊരു നിർണായക ശക്തിയായി വളരുവാൻ കാര്യവും തിരുവനന്തപുരം കോർപ്പറേഷനും കിട്ടിയത്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കുമെന്ന് പറയുവാൻ കാര്യം. ശോഭാ സുരേന്ദ്രൻ മാത്രമേ പറഞ്ഞു തുടങ്ങിയുള്ളൂ. പിന്നെ ചർച്ചകൾ വന്നപ്പോൾ മലമ്പുഴ VSൻ്റെ മോൻ നിൽക്കുന്നിടവും അനുകൂല ഘടകമായിട്ട് വരുന്നു. മകൻ നിൽക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ ഇല്ല, സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞ് നേരെ വന്നത് കാസർഗോഡ്
ആ രീതിയിൽ പറഞ്ഞു കേട്ടത് സുരേന്ദ്രൻ മാത്രം മഞ്ചേശ്വരത്ത് പറഞ്ഞു കേട്ടു. അവസാനം ഇലക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ചർച്ചകൾ മീഡിയകളിൽ വരുമ്പോൾ കാസർഗോഡ് മണ്ഡലവും നല്ല രീതിയിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോടും നല്ല രീതിയിലുള്ള ഒരു മണ്ഡലം പറയുന്നുണ്ട്, സൗത്ത്. അത് കഴിഞ്ഞ് നേരെ മലപ്പുറത്ത് വരുമ്പോഴും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തൃശ്ശൂർ വരുമ്പോൾ പത്മജി പഴയ മുഖ്യമന്ത്രി കരുണാകരൻ സാറിൻ്റെ മകളും പറയുന്നു, മണലൂരും പറയുന്നു. നേരെ ഒരു ശക്തിയുമില്ലാത്ത എറണാകുളം ജില്ലയിൽ വന്നപ്പോൾ 2020 ആയിട്ട് കൈകോർത്തപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല പേരട്ടം. അവിടെ തുറവൂർ വിശ്വംഭരൻ സാറും പഴയ വൈസ് ചാൻസലർ രാധാകൃഷ്ണൻ സാറൊക്കെ ഏകദേശം 40,000-ൽ പരം 46 അടുപ്പിച്ച് വോട്ട് പിടിച്ച സ്ഥലത്ത് 2020 സഹായമുണ്ട് എങ്കിൽ ഇന്ന് ആ സിനിമാ നടി എന്ന് പറയുന്ന നാട്ടുകാരിക്കുട്ടി അവിടെ എലക്ട് ചെയ്യുമെന്നാണ് പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും. ആ നാട്ടുകാരനായ ജയശങ്കർ സാറ് തന്നെ വക്കീൽ പറയുന്നുണ്ട് അവിടെ മിക്കവാറും 2020. അതുപോലെ കിഴക്കമ്പലം പഞ്ചായത്ത് വരുന്ന മണ്ഡലം ജയിച്ചുകൂടുന്നില്ല. നേരെ കോട്ടയത്ത് പോയാൽ അവിടെ കിട്ടുമെന്നുള്ള ഉറപ്പ് ഇൻ്റലിജൻസ് ഇന്ന് കിട്ടിയതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കോട്ടയത്ത് വന്നത്. അവിടെ കോട്ടയത്ത് പൂഞ്ഞാറും ജയിക്കും, അനൂപ് ആൻ്റണിയും ജയിക്കുമെന്നാണ് അവസാന കൂട്ടിക്കഴച്ചിലുകൾ കണക്കുകൾ വരുമ്പോൾ വരുന്നത്. നേരെ ആലപ്പുഴ വന്നാലോ രമേശ് ചെന്നിത്തലയെല്ലാം വെള്ളം കുടിച്ചെന്നാണ് പറയുന്നത്. സന്ദീപ് വചസ്പതിയോടുകൂടി ഹരിപ്പാട് കായംകുളം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ വച്ച് നോക്കുകയാണ് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി NDAയും ചില പത്രമാധ്യമങ്ങൾ പറയുന്ന 2 അക്കം കടക്കുവാൻ ചാൻസ് ഉണ്ട്. വരുമ്പോൾ കൊല്ലത്ത് ചവറ ഉറപ്പായിട്ടും പറഞ്ഞു. 3 പ്രാവശ്യം അദ്ദേഹം 2ാം സ്ഥാനത്ത് വന്നതാണ് BB ഗോപകുമാർ. കൊല്ലം ചാത്തന്നൂർ ഗോപകുമാർ തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിന് തന്നെ സീറ്റ് കൊടുത്തു. നല്ലൊരു പൊതുപ്രവർത്തകൻ. അവിടുത്തെ ഒരു സമവാക്യങ്ങൾ വച്ചാണ് അദ്ദേഹം തോറ്റുപോയിട്ടുള്ളത്. ആ സമവാക്യങ്ങൾ ഇപ്പോൾ മോഡി പ്രഭാവത്തിൽ ഒരു വോട്ട് മോഡിക്കെന്ന് ചോദിച്ചതുകൊണ്ട് ചാത്തന്നൂരിൽ നിന്ന് അസംബ്ലിയിലേക്ക് BB ഗോപകുമാർ എലക്ട് ചെയ്യുവാൻ സാധ്യതയുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് പറയുന്നത്. അതിലൊരു പ്രത്യേകത, ഗോപകുമാർ അവിടെ ജനിച്ച് വളർന്ന ആളാണ്. CPIയുടെ സ്ഥാനാർത്ഥി വേറെ വന്ന് നിൽക്കുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടത്തുകാരനല്ല. അതുകൊണ്ട് സ്ഥലവാസി എന്നുള്ള നിലയിൽ 3 പ്രാവശ്യം തോറ്റ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സഹതാപവും ജന്മസ്ഥലത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന് അസംബ്ലിയിൽ എത്തുവാൻ സഹായിക്കും. നേരെ തിരുവനന്തപുരം ജില്ലയിൽ വരികയാണ്. അവിടെ വീണ്ടും ഉണ്ട് പുനലൂരിൽ നല്ല രീതിയിൽ വോട്ടിംഗ് നടന്നു. അവിടെ BJP ചിലപ്പോൾ എലക്ട് ചെയ്തുകൂടുന്നില്ല സംവരണ മണ്ഡലം. തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഇപ്പോൾ പണ്ട് പത്രക്കാർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന 2 സീറ്റ് എന്ന് പറയുന്ന മണ്ഡലം പുനലൂരല്ല, ചിറയൻകീഴ് UDF നിന്ന് മാറി വന്ന പയ്യനാണ്. അവിടെയും ഗതി മാറി വന്നിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ പത്രക്കാരുടെ ലിസ്റ്റിൽ പറഞ്ഞ 2 കഴക്കൂട്ടവും നേമവും അത് മാറി. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് തിരുവനന്തപുരത്ത് വന്നപ്പോൾ മോഡിജി 2 പ്രാവശ്യം വന്നു, അമിത്ഷാ വന്നു, കേന്ദ്രത്തിലെ 11 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ വന്നു, കേന്ദ്ര ഡിഫൻസ് മിനിസ്റ്റർ വന്നു, വിദേശകാര്യ വകുപ്പ് മന്ത്രി വന്നു, നിർമ്മല മാം വന്നു. ഇത്തരത്തിലുള്ള കേന്ദ്ര നേതാക്കളുടെ ഒരു ഒഴുക്ക് കൊണ്ട് 2 മണ്ഡലം എന്നുള്ളത് 4 മണ്ഡലമായി വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ വടക്ക് നിന്നും തെക്ക് നിന്നുമാണ് ഒരു BJPക്കും NDAയ്ക്കും MLA-മാർ കൂടുതൽ കിട്ടുമെങ്കിൽ വടക്കും കിഴക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.